സംസ്ഥാനത്ത് ഇന്നലെ തടസ്സപ്പെട്ട റേഷൻ മസ്റ്ററിങ് ഇന്ന് വീണ്ടും ആരംഭിക്കുമെന്ന് അറിയുന്നു. മഞ്ഞ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് ഇന്നും നാളെയും മസ്റ്ററിങ്ങിന് സൗകര്യം. ഈ കാർഡുകാർക്കുള്ള അരി വിതരണവും ഒപ്പം നടക്കും. മറ്റ് കാർഡുകാർക്ക് ഇന്നും നാളെയും റേഷൻ വിതരണം ഉണ്ടാകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. സാങ്കേതിക തകരാറ് പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞില്ലേ? അപ്പോൾ ഇന്ന് ഈ കാർഡ് ഉടമകൾക്ക് അരി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താണ് നമുക്ക് അവരോട് നല്ല വാക്ക് പറയാൻ പറ്റുക? ഗുഡ് മോർണിംഗ് SKN. റേഷൻ കടകളിലെ പോസ്റ്റ് മെഷീനുകളിലെ സാങ്കേതിക തകരാർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മാസങ്ങളായി ഒരു പ്രശ്നം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അടിക്കടി ഇത് പണിമുടക്കുന്നതോടുകൂടി തന്നെ റേഷൻ വിതരണം അവതാളത്തിലാകുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലും മാസങ്ങളിലും ഒക്കെ തന്നെ കണ്ടത്. ഇതിന് പിന്നാലെയാണ് ഈ മസ്റ്ററിംഗ് പ്രവർത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ സാങ്കേതിക പ്രശ്നങ്ങൾ മസ്റ്ററിംഗ് നടപടികളെയും വലയ്ക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ മാർച്ച് 31 മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നതാണ് കേന്ദ്ര നിർദ്ദേശം. പക്ഷേ പലയിടങ്ങളിലും മസ്റ്ററിംഗ് പ്രവർത്തികൾ അത് നടത്താൻ കഴിയുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്ന കാര്യം. സാങ്കേതിക പ്രശ്നം തന്നെയാണ് ഇതിന് തടസ്സമായി റേഷൻ വ്യാപാരികൾ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 15, 16, 17 തീയതികളിൽ മഞ്ഞ പിങ്ക് കാർഡുടമകൾ റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നൊരു നിർദ്ദേശം സർക്കാർ നൽകിയിരുന്നു. പക്ഷേ ഇന്നലെയൊക്കെ തന്നെ റേഷൻ കടകളിൽ മസ്റ്ററിംഗിനെത്തിയ ഈ ആളുകൾ ഉപഭോക്താക്കളെല്ലാം തന്നെ തിരിച്ച് മടങ്ങേണ്ട ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അതിന് കാരണമായി പറഞ്ഞത് ഈ റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരേ സമയം നടത്തിയതോടുകൂടി തന്നെ അമിത ലോഡ് താങ്ങാനാകാതെ യന്ത്രം പണിമുടക്കി എന്നുള്ളൊരു വിശദീകരണമാണ് സർക്കാർ നൽകിയത്. അതുകൊണ്ട് തന്നെ ചില ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ഭക്ഷ്യവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും നാളെയും മഞ്ഞ കാർഡുടമകൾക്ക് മാത്രമായിരിക്കും മസ്റ്ററിംഗ് നടക്കുക. ഇവർക്ക് റേഷൻ വിതരണവും നടക്കും. മറ്റ് ഈ പിങ്ക് ഉൾപ്പെടെയുള്ള കാർഡുടമകൾക്ക് റേഷൻ വിതരണം മറ്റ് ദിവസങ്ങളിലായിരിക്കുമെന്നതാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത് സാങ്കേതിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്ന് വകുപ്പ് കാണുന്നുണ്ട്. ഈ സാങ്കേതിക തകരാർ എത്രയും വേഗം പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഹൈദരാബാദ് NIC അടക്കമുള്ള ഏജൻസികളാണ് ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുന്നത്. പക്ഷേ പൂർണ്ണമായും ഈ മെഷീനുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ വരും ദിവസങ്ങളിൽ എത്രയും വേഗം തന്നെ ഈ മസ്റ്ററിംഗ് നടപടികളും ഒപ്പം റേഷൻ വിതരണവും പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം 31 മുമ്പ് ഈ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിൽ ഇതുവരെയും ഒരു അയവ് വന്നിട്ടില്ല. മെയ് വരെ ഈ നടപടികൾ നീട്ടിവെക്കണമെന്നൊരു ആവശ്യം നിലവിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വച്ചിട്ടുണ്ട്. ഒരു അനുകൂലമായ ഒരു നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഭക്ഷ്യമന്ത്രി പറയുന്നുണ്ട്. എന്തായാലും ഇന്നും നാളെയും മഞ്ഞ കാർഡ് ഉടമകൾക്ക് മാത്രമായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ നടക്കുക. ഇവർക്ക് റേഷൻ വാങ്ങാനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്. സോണി വർഗീസ് ചോദിക്കുന്നു, ഇത്രയും വിശാലത വേണോ SK എന്ന് ചോദിക്കുന്നു. ഈ കോർപ്പറേറ്റ് കാര്യങ്ങളിൽ ഇത്രയും വിശാലത വേണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. സോണി, തീർച്ചയായിട്ടും ഇത്തരം വിശാലതകൾ വേണം. സുതാര്യത, ട്രാൻസ്പെറൻസി ആയിരിക്കും ജീവിതത്തിൽ നല്ലത്. ചില തിരിച്ചടികളൊക്കെ ഇതിൽ നിന്നുണ്ടാകും, പക്ഷേ ഇൻ ദ ലോങ് റൺ നമുക്കത് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില ആൾക്കാർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിക്കുന്നു. നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാവിധമായ അങ്ങനെയുള്ള വിശദാംശങ്ങളും കിട്ടും. അപ്പോൾ നിങ്ങളത് നോക്കിക്കോളൂ.